ഈ തഹാവൂർ ഹുസൈൻ റാണയാണ് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യക്ക് കാട്ടിക്കൊടുത്തതെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ റാണയുമായി എല്ലാം കണക്ട് ചെയ്ത് കിടക്കുകയാണിത്. അപ്പോൾ തന്നെ ഇതിലെ പ്രധാനപ്പെട്ട മറ്റൊരു സൂത്രധാരൻ കേരളത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സിന് പഠിച്ചിരിക്കുന്നു. ഇതൊക്കെ വലിയ അപകടത്തിലേക്ക് കേരളം എത്രമാത്രം അപകടകരമായൊരു സംസ്ഥാനമാണെന്ന് തെളിയിക്കുന്നതല്ലേ? തീർച്ചയായും ഇവിടെ സ്ലീപ്പർ സെല്ലുകളൊക്കെ പല ഭാഗത്തും ഉള്ള ഒരു സാഹചര്യത്തിൽ കേരളവും നമുക്കെപ്പോഴും എന്താ പറയുക പേടിക്കേണ്ട ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ട്. കാരണം PFI പോലുള്ള സംഘടനകൾ ഇവിടെ വളർന്ന് വലിയ തോതിൽ അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ അവർക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചിട്ടൊരു ഒരു മണ്ണാണ് കേരളം. അപ്പോൾ അവിടെ എങ്ങനെയുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് മറ്റെന്തെങ്കിലുമൊക്കെ കണക്ഷൻസ് ഉണ്ടോ, ഈ ഭീകരവാദികൾക്ക് എങ്ങനെ ഇവിടേക്ക് എത്താൻ സാധിക്കുന്നു, ഇതൊക്കെ അന്വേഷിക്കപ്പെടേണ്ട ഒരു ആംഗിൾ തന്നെയാണ്. അപ്പം തവാഹൂർ ഹുസൈൻ റാണയെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ മുരീദ് കെയില് ഒരു ഫെസിലിറ്റിയിൽ വെച്ചിട്ട് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ലഷ്കറിന്റെ ഒരു ട്രെയിനിങ് ഫെസിലിറ്റിയാണ്. അവിടെയായിരുന്നു അജ്മൽ കസബിനും ഈ പറഞ്ഞ പോലെ ഡേവിഡ് കോൾമാൻ ഇവരൊക്കെ അവിടെ പോയിട്ടുണ്ട്, അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. ആ ഫെസിലിറ്റിയിൽ അവർ ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ പറഞ്ഞ പോലെ ജെയ്ഷെ മുഹമ്മദിന്റെ, ഹിസ്ബുൾ മുജാഹിദീന്റെ, ലഷ്കർ ഇ തയ്യബയുടെ ഇങ്ങനത്തെ ഫെസിലിറ്റീസ് മാത്രമാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത്. അവിടെയാണ് ഇന്ത്യൻ മിലിറ്ററിയുടെ ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് ആയിട്ട് നമ്മൾ ഇതിനെ കാണേണ്ടത്. കാരണം ഒരു സിവിൽ ഫെസിലിറ്റിക്ക് ഒരു ഡാമേജ് സംഭവിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഈവൻ പാകിസ്ഥാൻ മിലിറ്ററിയുടെ ഒരു ഫെസിലിറ്റിക്ക് പോലും ഒരു ഡാമേജ് സംഭവിക്കാത്ത രീതിയിലാണ് ഈ ഒരു ഓപ്പറേഷൻ അവർ പ്ലാൻ ചെയ്തത്. അപ്പം അത്രയും പെർഫെക്ഷനോട് കൂടി പ്ലാൻ ചെയ്തു. ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് പോലും അറിയുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ. ഈ പറഞ്ഞ പോലെ മുരീദ് കെല ആണെങ്കിലും, അല്ലെങ്കിൽ മറ്റേ മർക്കസ് അറ്റാക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ ആണെങ്കിൽ സുബാനുള്ള എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിൽ പോലും ഇതെല്ലാം തീവ്രവാദ കേന്ദ്രങ്ങളാണെന്നും ഇതൊക്കെ തീവ്രവാദികളെ വളർത്തിയെടുക്കുന്ന കേന്ദ്രങ്ങളാണെന്നും അന്താരാഷ്ട്ര സമൂഹത്തിന് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ ഇന്ത്യക്ക് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ നശിപ്പിച്ചത് തീവ്രവാദ കേന്ദ്രങ്ങളാണ്, ഇതിനെ പാകിസ്ഥാൻ എങ്ങനെ കാണുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇവിടെ പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ നോക്കുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഒരു എന്താ പറയുക റെസ്പോൺസ് പാകിസ്ഥാന്റെ ഭാഗത്ത് ഉണ്ടാകുന്നൊക്കെ പാകിസ്ഥാൻ പറയുന്നുണ്ട്. പക്ഷെ എന്തിന് എന്നതുകൂടെ പാകിസ്ഥാൻ അവിടെ ലയബിൾ ആണ്. അവിടെ പാകിസ്ഥാൻ തന്നെയാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. കാരണം നിങ്ങൾ തീവ്രവാദികളുടെ ഒപ്പമാണോ അതോ അല്ലയോ എന്നുള്ളത് പാകിസ്ഥാനാണ് അവിടെ പറയേണ്ടത്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ എടുത്തത് വളരെ ക്ലിയർ ആയ ഡിസൈസീവ് ആയ ഒരു ആക്ഷനാണ്. അതിൽ ഈ പറഞ്ഞ പോലെ ഇൻപുട്സ് റാണയുടെ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ അത് വലിയൊരു ലീഡാണ് നമുക്ക് കിട്ടിയത്. കാരണം ഈ 9 ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച്, അല്ലെ ഈ എന്താ പറയുക പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് വലിയ വേണ്ടപ്പെട്ട സ്ഥലങ്ങളായിരുന്നു. പാകിസ്ഥാൻ ആർമിക്ക് പലപ്പോഴും അവർ ഇവിടെയൊക്കെ നിന്നുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ പാകിസ്ഥാന്റെ ഈ ലൈൻ ഓഫ് കൺട്രോൾ മാത്രമല്ല, പാകിസ്ഥാന്റെ ഉള്ളിലേക്കും കടന്നു ചെന്ന് നമുക്ക് ആക്രമിക്കാൻ പറ്റുമെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു. നമ്മുടെ ആ കേപ്പബിലിറ്റി നമ്മൾ തെളിയിച്ചു. അപ്പോൾ അവിടെയാണ് ആക്ച്വലി ഇതൊരു വലിയൊരു സ്ട്രാറ്റജിക് വിക്ടറി ആയിട്ട് നമ്മൾ കാണുന്നത്. മറ്റൊന്ന്, ഈ മുഖ്യ ആസൂത്രകൻ ആയിട്ടുള്ള അയാളിവിടെ കേരളത്തിൽ പഠിച്ചു, ബാംഗ്ലൂർ പഠിച്ചു, കാശ്മീർ സ്വദേശിയാണ്. പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഈ MBA പഠനത്തിന് ശേഷം കേരളത്തിൽ വന്ന് പഠിച്ചത് ലാബ് ടെക്നീഷ്യനാണ്. സ്വാഭാവികമായും അത് എന്തായാലും ഒരു SSLC +2 കഴിഞ്ഞ് പഠിക്കേണ്ട ഒരു കോഴ്സ് MBAക്ക് ശേഷം വന്ന് പഠിച്ചത് അതിൻ്റെ പഠനത്തിന് വേണ്ടി അല്ല എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. കാരണം കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ വേരുകൾ അത്രയധികം ഉണ്ടാകണം. അത് വലിയൊരു അപകടകരമായ വസ്തുതയല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ തീവ്രവാദ സംഘടനകൾക്ക് എങ്ങനെയൊക്കെ അവരുടെ നെറ്റ്വർക്ക് ഇവിടെ സ്ഥാപിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്, അതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വലിയ രീതിയിൽ ഇതൊരു വലിയ നെറ്റ്വർക്ക് ആയിരിക്കാം. ഇതിൻ്റെ ഒരു എത്ര അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര നമുക്ക് ഒരുപക്ഷെ പ്രെഡിക്റ്റ് ചെയ്യാൻ ഇപ്പോൾ സാധിക്കില്ല. അപ്പോൾ ആ രീതിയിൽ അന്വേഷണം തീർച്ചയായിട്ടും പോകേണ്ടതാണ്. കാരണം കേരളത്തെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പോലെ പല എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻസിനും വളരാൻ പറ്റിയൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അവരിലൂടെ പല മണി ട്രാൻസാക്ഷൻസും നടന്നത് പണ്ടൊക്കെ നമുക്ക് ഈ PFI പഠിച്ച സമയത്ത് അറിയാലോ, അവരുടെ മണി ട്രെയിലും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള തീവ്രവാദ ബന്ധങ്ങളും അല്ലെങ്കിൽ അതിലൂടെ വന്ന മണി ട്രെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും കണക്ഷൻ ഉണ്ടോ, ഇതുപോലുള്ള തീവ്രവാദികളുമായിട്ട് കണക്ഷൻ ഉണ്ടോ, അതിന് ലഷ്കറായിട്ടിന്റെ കണക്ഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിച്ച് NIA തന്നെ കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ ഇതുപോലുള്ള ആളുകൾ വന്നിട്ട് ഇവിടെ ട്രെയിനിങ് എടുക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടക്കുന്നില്ല? ഇങ്ങനെ ആളുകൾക്ക് എങ്ങനെ വരാൻ സാധിക്കുന്നു? ഇത്രയധികം നമ്മൾ എന്താ പറയുക സെക്യൂരിറ്റി പ്രോട്ടോകോൾസ് എന്നൊക്കെ പറയുമ്പോഴും ഇത്ര എളുപ്പം കേരളത്തിൽ വന്നിട്ട് ഇങ്ങനത്തെ ട്രെയിനിങ് ഒക്കെ നേടി പോകാൻ സാധിക്കുന്നു? പണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു 3 വർഷം മുമ്പ് ഒരു പാകിസ്ഥാൻ സ്വദേശിയെ കൊച്ചിയിൽ വെച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു ഡ്രഗ്സുമായിട്ട്. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെ എത്തിപ്പെടാൻ സാധിക്കുന്നു ഇവിടേക്ക്? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് എവിടെ ഒരു ഫെയിലിയർ ഉണ്ടാവുന്നുണ്ടോ? നമ്മുടെ പോലീസ് ഇന്റലിജൻസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഫെയിലിയർ ഉണ്ടാവുന്നുണ്ടോ? ഇതൊക്കെ തന്നെ നോക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി ശക്തമാക്കണമെന്ന് പറയുമ്പോൾ അത് എല്ലാ ലെവലിലും ശക്തമാണ്. അത് പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും സേനയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് ലെവലിലാണെങ്കിലും നമ്മുടെ IB ആണെങ്കിലും RO ആണെങ്കിലും ഒക്കെ തന്നെ. അപ്പോൾ സെക്യൂരിറ്റി ഫെയിലിയർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിന്റെ വീഴ്ച പോലും ആകാം പലപ്പോഴും വലിയ രീതിയിലേക്ക് വലിയ ഇന്റലിജൻസ് ഫെയിലിയേഴ്സിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫെയിലിയേഴ്സ് ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കേരള പോലീസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏജൻസീസ് അന്വേഷിക്കണം. അതിൻ്റെ ലൂപ്പ് ഹോൾസ് നമ്മൾ പൂർണ്ണമായി അടയ്ക്കണം. കാരണം
ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടേക്ക് എങ്ങനെ ആക്സസ് കിട്ടുന്നു എന്നാണ് നമ്മൾ ആദ്യം തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യം. മാത്രമല്ല ഇങ്ങനെ കോളേജിലൊക്കെ അഡ്മിഷൻ എടുക്കുമ്പോൾ അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ, നമ്മളൊക്കെ കോളേജ് ചേരുമ്പോൾ അവരൊരു ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തും. ഈ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ഒക്കെ ഇവരെങ്ങനെ ക്ലിയർ ചെയ്യുന്നു? അപ്പൊ എവിടെ ഒരു ഹോൾ ഉണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇതുപോലുള്ള. പലപ്പോഴും ഈ സർക്കാർ സംവിധാനങ്ങൾ, ഇടതുപക്ഷ സർക്കാരിന്റെ പല നിലപാടുകൾ, ഇപ്പൊ സ്വരാജിന്റെ ഒക്കെ പോസ്റ്റുകൾ വരുന്നുണ്ട്, യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല, യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ടർബോ സിനിമയിൽ അഭിനയിച്ച രാമിന എന്ന് പറഞ്ഞൊരു നടി പറയുന്നു, ഇന്ത്യയിൽ ജീവിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു എന്ന് പറയുന്നു. ഇത് ഏത് തരത്തിലേക്കാണ് കേരളത്തെ കൊണ്ടുപോകുന്നത്? നമുക്ക് സ്വരാജ് ഒരു പക്ഷേ അവരുടെ പാർട്ടി കാഡറിൽ പെട്ട ആളുകൾക്ക് തന്നെ ഈ ഉപദേശം കൊടുക്കണം. കാരണം ഈ ബോംബ് നിർമ്മിക്കുന്നതും പലരെയും ആക്രമിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന അവർക്ക് ആദ്യം ഉപദേശം കൊടുത്തിട്ട് ഒരു പക്ഷേ നമുക്ക് വലിയ തോതിൽ സംസാരിക്കാൻ പറ്റിയൊരു വിഷയമാണ്. അപ്പോൾ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ അവിടെ വലിയ തോതിൽ ഈ പറയുന്ന പോലെ യുദ്ധം ഒന്നിനൊരു പരിഹാരമല്ല എന്ന് പറയുകയും പക്ഷേ ലോക്കൽ ലെവലിൽ വലിയ രീതിയിൽ അക്രമം അഴിച്ചുവിടുകയും ചെയ്യുന്ന ആളുകളാണ് ഇവർ. അപ്പോൾ നമ്മൾ ഈ കണ്ണൂരിൻ്റെ ചരിത്രം മാത്രം പരിശോധിച്ചാൽ മതി. അവിടെ നടന്നിട്ടുള്ള അക്രമങ്ങൾ, അവിടെ ഏത് രീതിയിലാണ് CPIM ഈ എന്താ പറയുക അക്രമ രാഷ്ട്രീയത്തിനെ വളർത്തി വലുതാക്കുന്നത്. അവർക്ക് അവിടെയുള്ള കാഡറുകൾക്ക് ചെറിയൊരു ഉപദേശം കൊടുത്താൽ മാത്രം മതി. ഇത്ര വലിയ തോതിലൊന്നും സംസാരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ശരിയാണ്, ഒരു യുദ്ധം എന്ന് പറയുന്നത് ഒരു വലിയ സുഖകരമായ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഒരു യുദ്ധം അവോയ്ഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പോലെ 9 സ്ട്രാറ്റജിക് ആയിട്ടുള്ള ടെററിസ്റ്റ് ക്യാമ്പുകളെ മാത്രം ആക്രമിച്ചത്. അവിടെ പാകിസ്ഥാനോ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് ആർക്കും ഒരു പരാതി പറയാനില്ല. പാകിസ്ഥാൻ പൊട്ടിക്കരയുന്നുണ്ടെങ്കിൽ പോലും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് അത് മെസ്സേജ് വളരെ ക്ലിയർ ആണ്. നമ്മൾ ആക്ട് ചെയ്ത് ടെററിസത്തിനെതിരെ മാത്രമാണ്, സിവിലിയൻസിനോ അല്ലെങ്കിൽ മിലിറ്ററിക്ക് ഒരു ഡാമേജ് ഉണ്ടാക്കുന്ന രീതിയിലല്ല. അപ്പോൾ അത്ര കൃത്യമായിട്ടൊരു ഗവൺമെന്റ് അവിടെ പ്രവർത്തിക്കുമ്പം അവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഇതുപോലുള്ള അനാവശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു ആർമിയുടെ മൊറാൽ തകർക്കാൻ നോക്കരുത് ഈ സമയത്ത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ യെസ്, ഞാനും ഈ ഒരു എന്താ പറയുക, ഈ ഒരു വാർ പോലും കണ്ടിട്ടുള്ള ആൾക്കാരല്ല ഈ പറഞ്ഞ ആൾക്കാരൊക്കെ. ഇവരൊക്കെ തന്നെ ഇവിടെ ഇരുന്നു കൊണ്ട് പല പോസ്റ്റുകൾ ഇടാൻ അവർക്ക് സാധിക്കും. പക്ഷെ വാർ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ്. ഞാൻ രാജസ്ഥാനിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛൻ്റെ റെജിമെന്റ് ഈ കാർഗിൽ വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി മൂവ് ചെയ്യുന്നത്. അന്ന് ഉറി സെക്ടറിലേക്കാണ് ഇവർ പോകുന്നത്. അപ്പോൾ അന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം പ്യൂൺ വന്നിട്ട് ടീച്ചറിനെ വിളിച്ചിട്ട് പുറത്തേക്ക് വിളിച്ചിട്ട് കാര്യം പറയും. പിന്നെ ടീച്ചർ ഏതൊരു കുട്ടിയെ പുറത്തേക്ക് വിളിക്കും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തിനാണ് വിളിക്കുന്നത്. കാരണം ആ കുട്ടി പിന്നെ അന്ന് ബാഗ് എടുത്തിട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവൻ്റെ അച്ഛൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം വളരെ ക്ലിയർ ആണ്. ആ പേര് ഒരിക്കലും എൻ്റെതാവരുത് എന്ന് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ യുദ്ധം ഒരിക്കലും ഒരു ശാശ്വത പരിഹാരമൊന്നുമല്ല. അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ഈ ആർമി ഫാമിലീസിനെ തന്നെയാണ്. ആർമിക്കാരെ നമ്മളിവിടെ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അവിടെ ഫൈറ്റ് ചെയ്യുന്ന ഒരു സോൾജർ ഉണ്ട്, അവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇവരെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. അപ്പം ഒരു വാർ സിറ്റുവേഷൻ എന്തുകൊണ്ട് അവോയ്ഡ് ചെയ്യാൻ ഇന്ത്യ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ, പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനാവശ്യമായിട്ടൊരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ അതിന് തിരിച്ചടിക്കും. അത് തന്നെയാണ് നമ്മൾ ആസ് എ കൺട്രി നമ്മളത് രാജ്യത്തോടൊപ്പം നിൽക്കുക തന്നെയാണ് വേണ്ടത്. അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള സ്വരങ്ങൾ എന്താ പറയുക, ഈ അനാവശ്യമായിട്ടുള്ള കമന്റ്സ് ചില കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ഈ നടിയുടെ കാര്യം, നടി അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ മാപ്പ് പറയുന്നുണ്ട്. അവർ ഷെയർ ചെയ്ത പോസ്റ്റ് പോലും ഫേക്ക് ആയിരുന്നു. ആക്ച്വലി അതൊരു ഫേക്ക് പോസ്റ്റ് എടുത്തിട്ട് അതിനെ കോട്ട് ചെയ്തിട്ടാണ് അവർ ഷെയർ ചെയ്യുന്നത്. അപ്പം അവർക്ക് ഇതിനെക്കുറിച്ചൊരു ബോധമില്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുക, നമ്മുടെ ഈ എന്താ പറയുക പട്ടാളക്കാരുടെ ഒരു മൊറാൽ തകർക്കാൻ നോക്കുക. അപ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെയുള്ള ചില ആൾക്കാർ, ഇവരാരാന്ന് പോലും ശരിക്കും പറഞ്ഞാൽ ആർക്കും അറിയില്ല. ഈ ഒരു പോസ്റ്റ് ഇട്ടത് കൊണ്ടാണ് ഒരു പക്ഷേ ആളുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് എന്താ പറയുക അവരുടെ സെൽഫ് പ്രൊമോഷന് വേണ്ടിയിട്ടൊരു വേദിയാക്കി മാറ്റരുത് അവർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.